ഹായ് ഹലോ വെൽക്കം ബാക്ക്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സുഖിയാൻ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്ത ഏത് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കളറിന് വേണ്ടി ഞാനിതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാവിന് ഒരു നേരിയ മധുരം കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാവ് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഒരുപാട് കട്ടിയായിട്ടും വേണ്ട, എന്നാൽ ഒത്തിരി ലൂസായിട്ടും വേണ്ട. അങ്ങനെ നമുക്കൊരു മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു നുള്ളി അപ്പസോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് ചെറുപയർ ഞാനിവിടെ നേരത്തെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്കറിലാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുന്ന ടൈമിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കുഴമ്പ് രൂപത്തിലാക്കാതെ ഒരു പാകം വേവാക്കി എടുക്കുക. ഇനി ഈ ഒരു വേവിച്ചെടുത്ത ഈ ഒരു ചെറുപയറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ചിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, ഒരുപാട് പഞ്ചസാര ഒന്നും വേണ്ട, പിന്നെ ഏലക്കായ ഒരു 3 അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ആ ഒരു മിക്സ് നമുക്കിപ്പോൾ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിതിലേക്ക് ഇനി ശർക്കര ഉരുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഞാനിവിടെ നിന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലിട്ട് ഉരുക്കിയെടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഉരുക്കിയെടുത്താൽ മതി. അങ്ങനെ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനിയാണ് ഇത്. നല്ലോണം അരിച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെള്ളം കൂടിപ്പോകും. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായി അങ്ങ് മിക്സാക്കി എടുക്കാം. നമ്മൾ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കയ്യിൽ അവലുണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ അവലുണ്ടെന്നുണ്ടെങ്കിൽ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇത് അങ്ങനെ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവലുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് അവലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെറുപയർ നല്ലോണം അങ്ങനെ ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതിലേക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ അല്ലെങ്കിൽ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തിട്ട് നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ബോൾസാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് അത്യാവശ്യം ഫില്ലിങ് തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ നമുക്ക് ചെറിയ ബോൾസാക്കി എടുത്താൽ മതി, ഒരുപാട് വലുതാക്കി എടുക്കണ്ട. സാധാരണ തട്ടുകടയിലൊക്കെ കുറച്ചധികം വലിയ സുഖിയാനായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടി നമുക്കിതുപോലെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 2 വശവും ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സുഖിയാൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സുഖിയാൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പിയാണ്, മാത്രമല്ല ഉൾവശം നല്ല സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
സുഖിയൻ എത്ര ഉണ്ടാക്കിയിട്ടും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതാ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്